അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇറാനിൽ നടപ്പാക്കാൻ നിശ്ചയിച്ചിരുന്ന ആയിരക്കണക്കിന് വധശിക്ഷകൾ താൽക്കാലികമായി നിർത്തിവെച്ചതെന്ന് അമേരിക്കൻ ഭരണകൂടം. ഇറാനിൽ തുടരുന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ ക്രൂരമായി അടിച്ചമർത്തുന്ന നടപടികൾക്കെതിരെ ട്രംപ് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ഈ നടപടികൾ തുടർന്നാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇറാനിൽ നിന്നുള്ള പ്രതിനിധികൾ വധശിക്ഷ നടപ്പാക്കുന്നത് നിർത്തിവെക്കുമെന്ന് ഉറപ്പു നൽകിയതായി ട്രംപ് വ്യക്തമാക്കിയെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. പ്രതിഷേധക്കാരെ ലക്ഷ്യമാക്കി തുടരുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കാത്ത പക്ഷം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് സൈനിക നടപടികൾ പോലും പരിഗണനയിൽ ഉണ്ടാകാമെന്ന മുന്നറിയിപ്പും വൈറ്റ് ഹൌസ് ആവർത്തിച്ചു. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഈ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത്. നടപ്പാക്കാൻ നിശ്ചയിച്ചിരുന്ന 800 വധശിക്ഷകൾ നിലവിൽ നിർത്തിവെച്ചതായാണ് മനസ്സിലാക്കുന്നതെന്ന് ലിവിറ്റ് വ്യക്തമാക്കി. പ്രസിഡന്റിന് എല്ലാ സാധ്യതകളും തുറന്ന നിലയിലാണ് നിലനിൽക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാനിൽ നിന്നുള്ള വ്യക്തമായ സ്രോതസ്സുകളിൽ നിന്നാണ് വധശിക്ഷകൾ നിർത്തിവെക്കുമെന്ന ഉറപ്പ് ലഭിച്ചതെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇറാനുമായി ബന്ധപ്പെട്ട സംഘർഷം കടുത്ത നിലയിൽ തുടരുന്നതിനിടയിൽ ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം താൽക്കാലികമായി മാറ്റിവെക്കാൻ കാരണമായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ശക്തമായ ഇടപെടലാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനി ഈ സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നതിനെക്കുറിച്ചുള്ള ആശങ്കയും ആക്രമണം നടപ്പാക്കുന്ന സമയത്തെ അനിശ്ചിതത്വവും കണക്കിലെടുത്താണ് സൈനിക നീക്കം താൽക്കാലികമായി വൈകിപ്പിക്കണമെന്ന് നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെട്ടതെന്നാണ് വിവരം. ഈ ആശങ്കകൾക്കൊപ്പം ഖത്തർ, സൗദി അറേബ്യ, ഒമാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണാധികാരികളും സമാനമായ നിലപാട് അമേരിക്കയെ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ പ്രതികാര നടപടിയായി ഇറാൻ ഇസ്രായേലിനെയും അറബ് രാജ്യങ്ങളെയും ലക്ഷ്യമാക്കി ആക്രമണം നടത്തുമോ എന്ന ഭയം മേഖലയിലെ രാജ്യങ്ങൾക്കിടയിൽ ശക്തമാണ്. യുഎസിന്റെ സൈനിക താവളങ്ങൾക്കെതിരെ ആക്രമണം നടത്തുമെന്ന ഇറാന്റെ മുന്നറിയിപ്പുകൾ ഈ ആശങ്ക കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലുടനീളം അമേരിക്കയ്ക്ക് വ്യാപകമായ സൈനിക സാന്നിധ്യമുള്ള സാഹചര്യത്തിൽ ഇറാന്റെ പ്രതികരണം മുഴുവൻ മേഖലയും വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന വിലയിരുത്തൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുന്നത് ഉചിതമല്ലെന്ന നിലപാടാണ് ഇസ്രായേൽ അമേരിക്കയ്ക്ക് മുന്നിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരമൊരു നീക്കം പശ്ചിമേഷ്യയിൽ വ്യാപകമായ അസ്ഥിരതയ്ക്കും നിയന്ത്രണം വിട്ട സംഘർഷാവസ്ഥയ്ക്കും കാരണമാകുമെന്ന് നെതന്യാഹു നേരിട്ട് ട്രംപിനെ അറിയിച്ചതായാണ് റിപ്പോർട്ട്. ഏറ്റവും അടുത്ത സഖ്യരാജ്യമായ ഇസ്രായേലിൽ നിന്നുള്ള ഈ മുന്നറിയിപ്പ് അമേരിക്ക ഗൗരവമായി പരിഗണിച്ചു എന്നാണ് അമേരിക്കൻ വൃത്തങ്ങളുടെ വിശദീകരണം. ഇസ്രായേലിനൊപ്പം സൗദി അറേബ്യ, ഈജിപ്ത്, ഖത്തർ, ഒമാൻ എന്നീ രാജ്യങ്ങളും ഇറാനെതിരായ സൈനിക നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ രാജ്യങ്ങളുടെയും ആശങ്ക ഒരേ കാര്യത്തിലാണ്. ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചാൽ അതിന്റെ പ്രത്യാഘാതം മുഴുവൻ മേഖലയെയും അസ്ഥിരമാക്കും. ഇറാൻ വിഷയത്തിൽ നെതന്യാഹു വൈറ്റ് ഹൌസുമായി വളരെ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും വൈസ് പ്രസിഡന്റ് JD വാൻസുമായും അദ്ദേഹം നേരിട്ട് ആശയവിനിമയം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാനെ ആക്രമിച്ചാലും അവിടുത്തെ സർക്കാരിനെ പൂർണ്ണമായി തകർക്കാൻ കഴിയില്ലെന്ന മുന്നറിയിപ്പും അറബ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. സൗദി അറേബ്യ, ഈജിപ്ത്, ഖത്തർ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ വൈറ്റ് ഹൌസുമായി നിരന്തരമായി നയതന്ത്ര ചർച്ചകൾ നടത്തിവരികയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.